കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും ഇപ്പോൾ സന്തോഷമാണ്. കാരണം ഓണത്തിന്റെ ബമ്പർ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, അതുകൂടാതെ പരിശീലകനായിട്ട് നമ്മുടെ ആഷ്ലി വെസ്റ്റ്വുഡ് തുടരും എന്നുള്ള തിരിച്ചറിവ്. ഇനിയിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കോർ ഫോറിനേഴ്സിനെ കൂടി നിലനിർത്താനാണ് നിലവിലെ മാനേജ്മെന്റിന്റെ താല്പര്യം എന്നാണ് ആഷ്ലിയുടെയൊക്കെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫാലോ ഇന്ത്യ എന്ന് പറയുന്ന താരം നമുക്കിപ്പോൾ ഉണ്ടായിരിക്കും എന്നുള്ളത് വളരെ വലിയ സന്തോഷമാണ് പകരുന്നത്. അതുകൂടാതെ നമ്മുടെ സ്വന്തം അഡ്രിയാൻ ലൂണ ടീമിലില്ലാതെ ഒരു കളിയില്ലല്ലോ. പിന്നെ മാത്യാസ് ഫെർണാണ്ടസ് മധ്യനിരയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മാത്യാസ് ഫെർണാണ്ടസും, പിന്നെ കഴിഞ്ഞ സീസണിന്റെ പാതിയിൽ വെച്ച് ടീമിൽ വന്ന് കയറിയ കരീം ബനാരഫും, ഈ 3-4 താരങ്ങളെയും നിലനിർത്താനാണ് നിലവിലെ മാനേജ്മെന്റിന്റെ തീരുമാനം. നിലവിൽ ഈ താരങ്ങൾക്ക് വേറെ ഒരു ക്ലബ്ബുമായിട്ടും യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ല. നിലവിൽ എല്ലാവരും ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ 4 താരങ്ങളും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരം തന്നെയാണ്. പുതിയൊരു മാനേജ്മെന്റ് ക്ലബ്ബ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ കഴിഞ്ഞ സീസണിൽ നിന്നും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില പോസിറ്റീവ് ഇൻസ്റ്റിങ്സ് ഇവയൊക്കെ തന്നെയാണ്. മാത്യാസ് ഫെർണാണ്ടസിനെയൊക്കെ നിലനിർത്തണോ വേണ്ടയോ എന്നുള്ളത് ആരാധകർക്കിടയിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുമെങ്കിൽ പോലും കരീം ബനാരഫിനെയും പിന്നെ ഫാലോ ഇന്ത്യയും അഡ്രിയാൻ ലൂണയൊന്നും മാറ്റുന്നതിനോട് ആർക്കും യാതൊരു വിധത്തിലുള്ള യോജിപ്പുണ്ടായിരിക്കില്ല. പക്ഷേ എന്തു തന്നെയാലും ഈ 4 താരങ്ങളെ നിലനിർത്തുവാനാണ് നിലവിലെ മാനേജ്മെന്റിന്റെ തീരുമാനം എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ നമുക്ക് വല്ലാത്ത ഒരു ആശ്വാസം പകരുന്നുണ്ട്. ഇനിയിപ്പം എന്താണ് ആ ഒരു അനൗൺസ്മെന്റ് കൂടി ഇങ്ങ് വന്നാൽ മതി. ബ്ലാസ്റ്റേഴ്സ് ഈ വർഷത്തോടു കൂടി ട്രാക്കിലേക്ക് കയറും. ഇതുവരെ നമ്മൾ അനുഭവിച്ച വേദനകളും ദുരന്തങ്ങളും തിരിച്ചടികളും എല്ലാം അവസാനിക്കുന്ന ഒരു പീരീഡാണ് ഈ കഴിഞ്ഞതെന്ന് വിശ്വസിക്കുന്നു.